എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ചെറിയ തരം അച്ചാറാണ്. അതിനു വേണ്ടി നാം എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്: 150 ഗ്രാം ടൊമാറ്റോ, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി, ഒരു തുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില പാകത്തിന്. ഇത് നാം ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഏതെണ്ണ വേണമെങ്കിലും ചേർക്കാം. കുറച്ച് അധികം കാലം ഇരിക്കണമെങ്കിൽ നല്ലെണ്ണ തന്നെ ചേർക്കണം. മറ്റൊരെണ്ണയും ചേർക്കരുത്. ഒരാഴ്ച കഴിയുമ്പോൾ ചീത്തയായി പോകും. കായം ആവശ്യത്തിന്. വിനീഗർ ഒരു 2 സ്പൂൺ ചേർക്കണം. അത് ഞാൻ ഇവിടെ അളവ് വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ഞാൻ അത് കണക്കാക്കി നോക്കി ചേർക്കും. കടുക് കുറച്ച്, നമുക്ക് ആവശ്യത്തിനുള്ള കടുക് അത്ര ഇട്ടാൽ മതി. ഈ മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഉലുവപ്പൊടിയും വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കണം. അതായത് ഒരു നുള്ളു ഉലുവപ്പൊടി, അത്രയേ ഉള്ളൂ. കാരണം 150 ഗ്രാം ടൊമാറ്റോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് നമുക്കതിൽ എണ്ണയും കടുവും ചേർത്ത് നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നാം ഇതിൽ ചേർത്തിട്ടുള്ളത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ട് കറിവേപ്പില കൂടുതലിട്ടാലും കുഴപ്പമില്ല. നല്ല ഗുണമേന്മയുള്ള കറിവേപ്പില ആണെങ്കിൽ കൂടുതൽ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ലേശം ഉലുവപ്പൊടിയുമാണ് ഈ ചേർക്കുന്നത്. പിന്നെ നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണിത്, അത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ലവണ്ണം മൂക്കണം. മുളക് പൊടി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ലവണ്ണം മുളക് പൊടി മൂത്താൽ മാത്രമേ ഇതിനുള്ള സ്വാദ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത് നല്ലവണ്ണം ഈ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മൂത്ത് വരണം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ശ്രദ്ധിക്കുക, നല്ല പഴുത്ത തക്കാളി തന്നെ
എടുക്കണം, അല്ലെങ്കിൽ ഇത് യഥാർത്ഥ രുചി കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ തക്കാളി കൃത്യമായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ചേർക്കാനുള്ളത് വിനീഗറാണ്. ഇതിൽ കിടന്ന് ഒരു 5 മിനിറ്റ് ഇത് വെന്ത് നല്ല കുറുകി വരണം. അതിനുശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർക്കാനുണ്ട്, അതായത് ഉപ്പ്. അഞ്ച് മിനിറ്റ് ഇതിൽ ചെറിയ തീയിലിട്ട് ഇത് നല്ലവണ്ണം അടയ്ക്കാതെ വേവിക്കണം. ഒരാഴ്ച മാത്രമേ ഇതിന് ആയുസുള്ളൂ. സൺഫ്ലവർ ഓയിലാണ്. നല്ലെണ്ണയായിരുന്നെങ്കിൽ ഒരു വർഷം വേണമെങ്കിലും ഇരിക്കും. കൃത്യമായിട്ട് വിനാഗിരി ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെന്ത് നല്ല കൊഴുപ്പായിട്ട് തന്നെ ഇത് വരും. അപ്പോൾ നമുക്കിതിനെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇറക്കി. അപ്പോൾ പ്രേക്ഷകരെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ അനുജത്തിമാർക്കും, മറ്റുള്ള എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.